ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തിയോസിയുടെ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് സബ്ജക്ട് ആദ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. തിയോസി ഒരു കോർ സബ്ജക്റ്റ് കൂടിയാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഈസി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ നോക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. തിയോസി തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ നമുക്ക് തുടങ്ങാം. മൊഡ്യൂൾ 1 കുറെ ടോപ്പിക്സ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്കി ക്ലാസ്സും കൂടെ കവർ ചെയ്യാവുന്നതാണ്. മോട്ടിവേഷൻ ഫോർ സ്റ്റഡിങ് കമ്പ്യൂട്ടബിലിറ്റി, നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്? മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓട്ടോമേറ്റയെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്താണ്, പിന്നെ അതിന് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മോഡൽസ്, സ്റ്റേറ്റ്, ഇൻപുട്ട്, ട്രാൻസിഷൻ, ഇതിലെ ഇൻട്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പൊ നമ്മൾ ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ TOC എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷന്റെ മാത്തമാറ്റിക്കൽ സ്റ്റഡിയാണ്. അതായത് നമ്മളിപ്പം ഫിസിക്കൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതിലുപരി അബ്സ്ട്രാക്ട് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ്. കമ്പൈലർ ഡിസൈൻ ആയാലും AI ആയാലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയാലും പാറ്റേൺ മാച്ചിങ് ആയാലും എല്ലാത്തിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, അപ്പൊ അത് പഠിച്ചാൽ മതി. ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി വാട്ട് ഈസ് കമ്പ്യൂട്ടേഷൻ, എന്താണ് കമ്പ്യൂട്ടേഷൻ? ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിൽ തുടങ്ങാം. നിങ്ങളിൽ എത്ര പേര് ഇന്ന് നിങ്ങളുടെ ഫോണ് അൺലോക്ക് ചെയ്തിട്ടുണ്ടാവും? ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഫോണിലൊക്കെ മിക്കവരുടെ ഫോണിൽ ഇപ്പൊ എന്ത് കാണും? പിൻ കാണും, അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് കാണും, അല്ലെങ്കിൽ ഒരു പാസ്വേഡ് കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പിൻ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ അങ്ങ് അൺലോക്ക് ആവും, ഓപ്പൺ ആവും? ഇല്ല അല്ലേ, ഓപ്പൺ ആവത്തില്ല. അപ്പൊ നമ്മുടെ ഫോൺ എങ്ങനെ തിരിച്ചറിയും നമ്മളാണ് ഇത് തുറക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് പാസ്വേഡ് ആണ് അടിച്ചത്, കറക്റ്റ് പിന്നാണ് അടിച്ചത്, ഇത് യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ തന്നെയാണ് ഈ ഫോൺ? ഓക്കെ, അങ്ങനെയൊക്കെ എങ്ങനെ നമ്മുടെ ആ ഒരു ഫോൺ ഉറപ്പ് വരുത്തും? അത് ചെക്ക് ചെയ്യും അല്ലെ, സിമ്പിളായിട്ട് നമുക്കറിയാം, ചെക്ക് ചെയ്യും. ചുമ്മാ എല്ലാവരും വന്ന് എന്തെങ്കിലും പിന്നും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ തുറക്കത്തില്ല. ശരിയായിട്ടുള്ള പാസ്വേഡ് ആരടിച്ചാലും തുറക്കുകയും ചെയ്യും. അതെങ്ങനെ അത് അറിയുന്നത്? അത് ചെക്ക് ചെയ്ത് നോക്കും. ഇത് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിന് എന്ത് കിട്ടി? ഒരു ഇൻപുട്ട് കിട്ടി. അതായത് നമ്മളൊരു പിന്നോ പാസ്വേഡോ എന്തെങ്കിലും ഒന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ അതിൽ നേരത്തെ ഒരു പിന്നോ പാസ്വേഡോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ആയിക്കോട്ടെ, പിൻ ആയിക്കോട്ടെ, പാസ്വേഡ് ആയിക്കോട്ടെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ പ്രോസസ് ചെയ്യും, എന്നിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ആ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇൻപുട്ടുമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോൺ അൺലോക്ക് ആവുന്നത്. ഇത് തന്നെയാണ് കമ്പ്യൂട്ടേഷൻ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ എന്തെങ്കിലും ഒരു പിന്നോ പാസ്വേഡോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, പ്രോസസ് ചെയ്ത് നോക്കും, എന്നിട്ട് അതൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് അങ്ങനെയാണ് ഈ ഫോൺ അൺലോക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നടക്കുന്നത് എന്താ? ഫസ്റ്റ് ഒരു ഇൻപുട്ട് കൊടുത്തു, ദെൻ പ്രോസസ് ചെയ്തു, ഔട്ട്പുട്ട് കൊടുത്തു. ഇവിടെ നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു? പാസ്വേഡ്. നമ്മൾ കൊടുത്ത പാസ്വേഡ് പ്രോസസ്സിങ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതാണ് പ്രോസസ്സിങ്. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആക്സസ് ഗ്രാൻഡഡ്. ഇനി തെറ്റാണെങ്കിൽ, കമ്പയർ ചെയ്തപ്പോൾ തെറ്റാണെങ്കിൽ ആക്സസ് ഡിനൈഡ് എന്ന് കാണിക്കും. ശരിയാണെങ്കിൽ ആക്സസ് ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഫോൺ തുറക്കും. ഇത് തന്നെയാണ് കമ്പ്യൂട്ടേഷൻ. Computation is the process of solving a problem by executing a finite sequence of well-defined instructions. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത ഒരു പ്രോസസ് ആണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു സീക്വൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു, ഇവിടെ നമ്മൾ ഇൻപുട്ട് കോഡ് പ്രോസസ് ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അവിടെ, ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രോസസ് ആണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ATM പിൻ വെരിഫിക്കേഷൻ, ലോഗിൻ ഓതന്റിക്കേഷൻ, ഗൂഗിൾ സെർച്ച്, മൊബൈൽ ഫോൺ അൺലോക്ക്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. മോട്ടിവേഷൻ ഫോർ സ്റ്റഡിങ് കമ്പ്യൂട്ടബിലിറ്റി. നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടബിലിറ്റി പഠിക്കുന്നത്? എന്താണ് മോട്ടിവേഷൻ? അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ക്യാൻ എവറി പ്രോബ്ലം ബി സോൾവ്ഡ് ബൈ എ കമ്പ്യൂട്ടർ? എല്ലാ പ്രോബ്ലവും ഒരു കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ പറ്റുമോ? അതൊരു പ്രോബ്ലം ആണ്. ഇപ്പം
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്യാൻ എ കമ്പ്യൂട്ടർ സോൾവ് എവറി പ്രോബ്ലം? നമ്മൾ കൊടുക്കുന്ന എന്തൊരു പ്രോബ്ലവും കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ മിക്ക സ്റ്റുഡൻസും പറയും എസ് എന്ന് പറയും, നോ എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കാം, ഒരു കമ്പ്യൂട്ടറിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? ആഡ് ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റ് കൊടുത്താൽ അത് സോർട്ട് ചെയ്യാൻ പറ്റും. ഒരു പാസ്വേഡ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ചോദ്യം, ഒരു കമ്പ്യൂട്ടറിന് എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു, എല്ലാ പ്രോഗ്രാമും നിൽക്കും എന്ന് കമ്പ്യൂട്ടറിന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാമിനും ഒരു ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ അത് അതിന്റെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യും, അത് അതിന്റെ വർക്കിംഗ് നിർത്തും, ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ സമ്മ് കൊടുത്തു, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ കൊടുത്തു, ഉറപ്പായിട്ട് ആഡ് ചെയ്ത് പെട്ടെന്ന് സം തരും. സോർട്ട് ചെയ്യാൻ കൊടുത്തു, സോർട്ട് ചെയ്യും. പക്ഷെ എല്ലാ പ്രോബ്ലത്തിനും ഇതേപോലെ ഒരു ഔട്ട്പുട്ട് തരുമോ കമ്പ്യൂട്ടർ? ഒരിക്കലും തരത്തില്ല. സോ സം പ്രോബ്ലംസ് ആർ കമ്പ്യൂട്ടബിൾ. ചില പ്രോബ്ലംസ് കമ്പ്യൂട്ടബിൾ ആണ്, അതിന് അത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ കുറെ ഉണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. POC helps us identify the limitations of computers and design better computational models. അപ്പൊ ഇത് തന്നെയാണ് POC ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും ബെറ്റർ കമ്പ്യൂട്ടേഷണൽ മോഡൽ ഡിസൈൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടബിലിറ്റി. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. നീഡ് ഫോർ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. സോ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ക്യാൻ വി സ്റ്റഡി ആൻ എൻറ്റയർ ATM മെഷീൻ ഇൻസൈഡ് അവർ ക്ലാസ് റൂം? നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്കൊരു ഒരു ATM മെഷീനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ? അതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. കാരണം എന്താ? അത് കോംപ്ലക്സ് ആണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് അതിന്റെ ഹാർഡ്വെയർ, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണുള്ളത്, അതിന്റെ ഹാർഡ്വെയർ എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതിന്റെ ബിഹേവിയർ മാത്രം പഠിക്കുകയാണ്. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? ബാക്കി എല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് അതിന്റെ ഹാർഡ്വെയർ മാത്രം നമുക്ക് പഠിക്കാം. സോ അങ്ങനെ നമുക്ക് ഹാർഡ്വെയർ നമുക്ക് ഒഴിവാക്കിയിട്ട് അതിന്റെ ബിഹേവിയർ നമുക്ക് പഠിക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാതെ അത് കോംപ്ലക്സ് ആണ്, മൊത്തത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ATM, വെൻഡിങ് മെഷീന്, ട്രാഫിക്കൽ ലൈറ്റ്സ്, ഇതൊക്കെ റിയൽ സിസ്റ്റം ആണ്. ഇതിലൊക്കെ ഒരുപാട് ഫിസിക്കൽ കമ്പോണൻസ് ഉണ്ട്. സോ ഇങ്ങനെ എല്ലാ കമ്പോണൻസിനെയും സ്റ്റഡി ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യും. അതായത് ആ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംപ്ലിഫൈഡ് മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ അതാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഒരു സിസ്റ്റത്തിന്റെ ബിഹേവിയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സിംപ്ലിഫൈഡ് മാത്തമാറ്റിക്കൽ മോഡലാണ്. വാട്ട് ഈസ് ആൻ ഓട്ടോമേഷൻ? അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഓട്ടോമേഷൻ. ഇത് പറഞ്ഞപ്പം ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ATMന്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ATM മെഷീനെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ATMൽ ചെന്നു. ഓക്കെ, ATMൽ പോയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താ? കാർഡ് ഇട്ട് കൊടുക്കും അല്ലെ? ATMലേക്ക് നമ്മളെ കാർഡ് ഇട്ട് കൊടുക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു പിൻ നമ്പർ കാണും അല്ലെ? ATM കാർഡിന് നമ്മുടെ ഒരു പിൻ നമ്പർ കാണും. സോ നമ്മൾ ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കും. ഈ പിൻ അടിച്ചു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? വേരിഫിക്കേഷൻ ചെയ്യും. ഞാൻ എഴുതുന്ന അത്ര ക്ലിയർ അല്ല, ഇതിന്റെ ഡിജിറ്റൽ ടൂൾസ് ഒന്നും ഇല്ല. അപ്പം പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ശരിയാക്കാം. സോ ATMൽ കാർഡ് ഇട്ട് കൊടുത്തു, ഒരു പിൻ അടിച്ചു കൊടുത്തു, പിന്നെ വെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പൊ നമ്മളിവിടെ അതിന്റെ ഹാർഡ്വെയറോ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ അതിന്റെ ബിഹേവിയർ ആണ് പറഞ്ഞത്. അത് എങ്ങനെയാ പെരുമാറുന്നേ? നമ്മൾ ATMൽ പോയി കാർഡ് ഇട്ടു, പിൻ കൊടുത്തു, അത് വെരിഫിക്കേഷൻ ചെയ്തു, നമുക്ക് ക്യാഷ് കിട്ടി അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവിടെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യാൻ പഠിക്കുന്നത്. ഇനി നമുക്ക് ഓട്ടോമേഷൻ എന്താണ്? ഇതൊക്കെ കോൺസെപ്റ്റുകളാണ്, ഇതൊക്കെ പഠിക്കണം. കോർ സബ്ജക്റ്റ് ആണ്. ബേസ് ക്ലിയർ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓട്ടോമേഷൻ എന്താണ്? ഇപ്പോ ആലോചിക്കുക, ഞാനൊരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ എന്ത് ചെയ്യും? കുറെ റൂൾസ് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഞാൻ പറയാണ്, ഈ റെഡ് ലൈറ്റ് കാണുവാണെങ്കിൽ ഈ റോബോട്ട് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഇനി ഗ്രീൻ ലൈറ്റ് കാണുവാണെങ്കിൽ ഇത് മൂവ് ചെയ്യണം. അപ്പൊ ഈ റോബോട്ട് എന്ത് ചെയ്യും? ഇത് വെച്ചിട്ട് ഈ റൂൾസ് ഫോളോ ചെയ്യും. ഇതേപോലെ തന്നെയാണ് ഒരു ഓട്ടോമേഷൻ ബിഹേവ് ചെയ്യുന്നത്. സോ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അബ്സ്ട്രാക്ട് മാത്തമാറ്റിക്കൽ മെഷീൻ ആണ് ദാറ്റ് അക്സെപ്റ്റ് ആൻ ഇൻപുട്ട്. ഒരു ഇൻപുട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. ചേഞ്ച് സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു പ്രീ ഡിഫൈൻഡ് റൂൾ. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന കുറെ റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്റ്റേറ്റുകൾ ചേഞ്ച് ആക്കും.
ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റോബോട്ടിന്റെ കേസ് എടുത്താൽ നമ്മൾ ആദ്യമേ അതിന് കുറെ പ്രീഡിഫൈൻ ചെയ്ത് കൊടുത്തു അല്ലെ. ഞാൻ പറഞ്ഞു റെഡ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യണം, ഗ്രീൻ കണ്ടാൽ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പം ആ റോബോട്ടിനെ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തു ഇത് പരീക്ഷിക്കാൻ. അപ്പൊ അവർ ഇൻപുട്ട് കൊടുത്തു, റെഡ് ലൈറ്റ് കൊടുത്തു. സോ അതെന്ത് ചെയ്യും, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതായത് റെഡ് ലൈറ്റ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യും. ഇനി അതിന് കിട്ടിയ ഇൻപുട്ട് ഒരു ബ്ലൂ ലൈറ്റ് ആണെങ്കിൽ അത് മൂവ് ചെയ്യും. സോറി, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ അത് മൂവ് ചെയ്യും. അങ്ങനെ ഒരു ഔട്ട്പുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് തന്നെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യും, അതിന്റെ പ്രീഡിഫൈൻഡ് റൂൾ വെച്ചിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒരു ഓട്ടോമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. ഓട്ടോമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഹാസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്, കുറെ സ്റ്റേറ്റ് കാണും. ഇപ്പോൾ നമ്മളിപ്പം ഒരു സ്വിച്ച് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് സ്റ്റേറ്റ് ആണല്ലേ ഉള്ളത്. നമുക്ക് ഒന്നുകിൽ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ് കാണും. അക്സെപ്റ്റ് ഇൻപുട്ട് സിമ്പിൾസ്, അതെന്ത് ചെയ്യും, സിമ്പിൾ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യും. ചേഞ്ച് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ഇൻപുട്ട്. അതിന് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ട് അതിന്റെ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യും. ഫോളോസ് ട്രാൻസിഷൻ റൂൾസ്, കുറെ റൂൾസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ഓർ അക്സെപ്റ്റ് ഓർ റിജക്ട് ഇൻപുട്ട്. ഒന്നുകിൽ അതിന് ആ റൂൾസ് ഒക്കെ വെച്ചിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻപുട്ട് ബേസ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കും. ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു സിമ്പിൾ മോഡലാണ് ഓൺ ഓർ ഓഫ് സ്വിച്ച്. ഓക്കെ, ഒരു സ്വിച്ച്, സിമ്പിൾ ആയിട്ട് സ്വിച്ച്. അപ്പൊ ഇതിന്റെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാന് സാധാ പോലെ വരയ്ക്കാം. ഇപ്പൊ സ്റ്റേറ്റ് ഞാൻ സാധാ പോലെ, നിങ്ങളിപ്പോ എഴുതിയൊക്കെ നോക്കണം, ഞാൻ ചെയ്ത് നോക്കിയാൽ മതി. രണ്ട് സ്റ്റേറ്റ് ആണ് അല്ലേ ഒരു സ്വിച്ചിനുള്ളത്. ഒരു ഓഫ് സ്റ്റേറ്റും ഉണ്ട്, ഒരു ഓൺ സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, ഒരു ഓഫ് സ്റ്റേറ്റും ഉണ്ട്, ഒരു ഓൺ സ്റ്റേറ്റും ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് ഇപ്പം സ്വിച്ച് ഓഫ് ആയി കിടക്കുക, നമ്മൾ അതിനെ ഒന്ന് പുഷ് ചെയ്യുന്നു, അതിനൊന്ന് പ്രസ് ചെയ്യുമ്പോ എന്താവും, അത് ഓൺ ആവും. സോ ഇതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് ആവും. ഓഫ് ആയ ഒരു സ്വിച്ചിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ അത് എന്തായി, ഓൺ ആയി. ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്തു, അത് ഓൺ ആയി. ഈ ഓൺ ആയിരിക്കുമ്പോ ഞാൻ വീണ്ടും പ്രസ് ചെയ്താൽ എന്താവും, ഓഫ് ആവും. സോ ഇതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓഫ് ആയിരുന്ന ഒരു സ്വിച്ചിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഓണായി, ഓൺ ആയിരുന്ന ഒരു സ്വിച്ചിൽ ഞാൻ പ്രസ് ചെയ്തപ്പോൾ ഓഫ് ആയി. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ബേസ് ചെയ്തിട്ട് ആ സിസ്റ്റം സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്യും. ഇതാണ് നമ്മുടെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ സിലബസിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, കോഫി വെൻഡിങ് മെഷീൻ. അപ്പൊ ഒരു കോഫി വെൻഡിങ് മെഷീൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, ആദ്യം ഒരു ഐഡിയൽ സ്റ്റേറ്റിലാണ് അല്ലേ അത്. ഇനി നമ്മള് കോയിൻ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഏതാ കോഫി വേണ്ടതെന്ന് സെലക്ട് ചെയ്തു, കോഫി ഡിസ്പെൻസ് ചെയ്യും, ആൻഡ് വീണ്ടും ആ പഴയ സ്റ്റേറ്റിലേക്ക് പോകും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട് എന്തൊക്കെയാ, നമ്മൾ ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്തു, കോഫി ഏത് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്തു, കോഫി കളക്ട് ചെയ്തു അല്ലെ. സോ ഇങ്ങനെ ഉള്ളതാണ് നമ്മുടെ ഓട്ടോമേറ്റർ എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റുകൾ ചേഞ്ച് ആവും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ബേസ് ചെയ്തിട്ടാണ് അതൊരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഇനി അടുത്ത പഠിക്കാനുള്ളത് സ്റ്റേറ്റ്, ഇൻപുട്ട് ആൻഡ് ട്രാൻസിഷൻ. അപ്പൊ സ്റ്റേറ്റ് എന്താന്ന് മനസ്സിലായല്ലോ. ഒരു സിസ്റ്റത്തിന്റെ കറണ്ട് കണ്ടീഷൻ ആണ് സ്റ്റേറ്റ്. നമ്മളിപ്പം ഈ സ്വിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ചു രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഓഫ് സ്റ്റേറ്റും ഉണ്ട്, ഓൺ സ്റ്റേറ്റും ഉണ്ട്. സോ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ കറണ്ട് കണ്ടീഷൻ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ആ സിസ്റ്റം റിസീവ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഇവന്റ് അല്ലെങ്കിൽ സിമ്പിൾ, അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിവിടെ ഓഫ് ആയിരുന്ന സ്വിച്ചിനെ പ്രസ് ചെയ്തപ്പോൾ ഓൺ ആയിരുന്ന സ്വിച്ചിനെ പ്രസ് ചെയ്തപ്പോൾ ഓഫ് ആയി. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള അതിന്റെ മൂവ്മെന്റ്, ഇൻപുട്ട് കിട്ടുമ്പോൾ അതിന്റെ ആ ഒരു മൂവ്മെന്റ് ആണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ട്രാഫിക് സിഗ്നൽ എന്ത് ചെയ്യും, റെഡ് ലൈറ്റ്, അതിൽ റെഡ് നമുക്ക് കാണാൻ പറ്റും, യെല്ലോ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. അപ്പൊ ഓരോ കളറും ഇങ്ങനെ ട്രാൻസിഷൻ ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ. ലിഫ്റ്റ് ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകും, സെക്കൻഡിലേക്ക് പോകും, വീണ്ടും ഗ്രൗണ്ടിലേക്ക് വരും. അപ്പൊ ഇതൊക്കെ ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നതാണ്, എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. സോ ആപ്ലിക്കേഷൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കമ്പൈലർ ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യും. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. കീവേഡ് റെക്കഗ്നിഷൻ, സ്പെൽ ചെക്ക്, വെൻഡിങ് മെഷീൻസ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ഇതിൽ സമ്മറി ആയിട്ട് പറയാനുള്ളത്, POC എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ മാത്തമാറ്റിക്കലി പഠിക്കുന്നതാണ്.
അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ സോൾവബിളും അൺസോൾവബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യും. മാത്തമാറ്റിക്കൽ മോഡൽസ് നമ്മുടെ റിയൽ വേൾഡ് സിസ്റ്റം, അതായത് ATM സിസ്റ്റം, കോപ്പി വെൻഡിങ് സിസ്റ്റം, അങ്ങനെയൊക്കെ ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിയൽ വേൾഡ് സിസ്റ്റത്തിനെ മോഡൽ ചെയ്യാൻ വേണ്ടി, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാത്തമാറ്റിക്കൽ മോഡൽസ്. ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് മെഷീൻസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടേഷന് മോഡൽ ചെയ്യുന്ന അബ്സ്ട്രാക്ട് മെഷീൻസ് ആണ് ഓട്ടോമേറ്റ. ദി ഓൺ ഓർ ഓഫ് സ്വിച്ചസും വെൻഡിങ് മെഷീനും സിമ്പിൾ ഓട്ടോമേറ്റയുടെ എന്താണ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് ഈ സെഷൻസ് കണ്ടിന്യൂ ചെയ്യാം.